വിശദമായ വാർത്തയിലേക്ക്. കെ സുധാകരനെതിരായ അറസ്റ്റ് നടപടികൾക്ക് പിന്നാലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ കെപിസിസി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഡൽഹിയിൽ. കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കെ സുധാകരനും വി ഡി സതീശനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യും. താരിഖ് അൻവറുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയാണ്. വൈകിട്ട് രാഹുൽ ഗാന്ധിയെ കാണും. സുധാകരനെതിരായി പാർട്ടിയിലെ ഒരു വിഭാഗം കരുനീക്കം നടത്തുന്നതായുള്ള ആക്ഷേപവും നേതൃത്വത്തെ അറിയിക്കും. അങ്ങനെയൊന്നുമല്ല ഞാൻ വന്നത്. ഞാനൊക്കെ രാഹുൽജിനെ കാണേണ്ട കാര്യമുണ്ട്. അത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട വിഷയമല്ല. അതുപോലെ പാർട്ടിയുടെ അഭ്യന്തര കാര്യങ്ങളാണ്. അത് അവന്റെ മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ കിട്ടാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ധരിപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ആ ബാധ്യത കൊണ്ട് നിറവേറ്റും. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ നിർണായകമായ കൂടിക്കാഴ്ചകളാണ് ഡൽഹിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഹൈക്കമാൻഡിനെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക? വിവരങ്ങൾ. രാവിലെ തന്നെ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. താരിഖ് അൻവറുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിലാണ് സംസ്ഥാനത്തെ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് പുനഃസംഘടനയ്ക്ക് ശേഷം നേതൃത്വത്തിനെതിരെ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന് പോരാടുന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് നേതൃത്വത്തെ ഏത് തരത്തിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ താരിഖ് അൻവറിനെ അറിയിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുധാകരനെതിരായി ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സർക്കാരിന്റെ നടപടികൾ രാഷ്ട്രീയ പകപോക്കലാണെന്നും, പക്ഷേ അതിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ കരുനീക്കം ഉണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം ഉണ്ട് എന്ന കാര്യവും കെ സുധാകരൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് രാഹുൽ ഗാന്ധിയുമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ കെ സുധാകരനും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലും ഇതേ സമാനമായ കാര്യങ്ങൾ തന്നെ കെ സുധാകരനെതിരായി ഒരു വിഭാഗം നടത്തുന്ന രഹസ്യ നീക്കങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ, അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ ബോധിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഈ യാത്രയുടെ പിന്നിലുള്ളത്. എന്തായാലും അതിനുശേഷം പാർട്ടി ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനമാകും നിർണായകമാകുക. അതായത് ഗ്രൂപ്പുകൾ മുമ്പോട്ട് വെക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട ആവശ്യമുണ്ടോ, അതോ നേതൃത്വത്തെ ഇപ്പോഴത്തേതിന് സമാനമായ രീതിയിൽ പൂർണ്ണ പിന്തുണയോടെ DCC പുനഃസംഘടന അടക്കം നടത്താൻ പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകുമോ? ഇതാണ് വ്യക്തമാക്കേണ്ടത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനം നിർണായകമാകും. എന്തായാലും കെ സുധാകരന് പൂർണ്ണ പിന്തുണ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ ഡൽഹിയിൽ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സുധാകരന്റെ ഭാര്യയിലേക്ക് അന്വേഷണം എത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിനെ അറിയിക്കും. മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടായിരിക്കും, നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എന്ത് നിലപാടിലേക്കായിരിക്കും ഹൈക്കമാൻഡ് കടക്കുക എന്നാണ് കരുതുന്നത്? ധന്യ, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും ഡൽഹി യാത്രയിൽ ചർച്ചയാകത്തില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങോട്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത അത് മറനീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു പൊതു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ നീക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത്തരത്തിലൊരു സമവായ നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് തന്നെ നേതാക്കൾക്കിടയിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ വ്യക്തമായ ധാരണ, അതായത് ഡൽഹിയിലെത്തിയ പാർട്ടി സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും പാർട്ടി നേതൃത്വത്തെ, ദേശീയ നേതൃത്വത്തെ അറിയിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് കെ സുധാകരൻ വീണ്ടും പ്രതികരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ധന്യ. നന്ദി ഡാൻ. വി ഡി സതീശൻ കെ സുധാകരനെ പിന്തുണയ്ക്കുന്നത് തനിക്കും ഇതേ ഗതി എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. തെളിവുകളെല്ലാം സുധാകരനെതിരാണ്. കേസ് കൊടുക്കുമെന്ന ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കില്ല. പുനർജനി വീട് നിർമ്മാണത്തിൽ ക്രമക്കേട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇത്രയെല്ലാം ആയിട്ടും അദ്ദേഹത്തെ തന്നെ KPCC പ്രസിഡന്റായിട്ട് നിർത്തണമെന്ന് കോൺഗ്രസുകാരാണ് തീരുമാനിക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു മരിച്ചാലും വിടൂല. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഇപ്പോൾ സുധാകരനെ കൈവിട്ടാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനെയും കൈവിടേണ്ടി വരും. കാരണം കേസ് കൈകാര്യം ചെയ്ത് പോവുകയാണ്, മുമ്പോട്ടേക്ക് പോവുകയാണ്. എല്ലാറ്റിനും കൃത്യമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത്.
മാത്രമല്ല വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും പത്രങ്ങളിൽ കൂടി മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും ഒന്നും ഇവർക്ക് അനുകൂലമായിട്ടുള്ളതല്ല. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന എം വി ഗോവിന്ദൻ എന്തും പറയാമെന്ന് കെ സുധാകരൻ. 2 ദിവസത്തിനുള്ളിൽ എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും. സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തന്റെ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ഭാര്യയുടെ അക്കൌണ്ടുകൾ പരിശോധിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു. കള്ളപ്പണമുണ്ടെങ്കിൽ തെളിയിക്കട്ടെ എന്നും സുധാകരൻ. വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഗോവിന്ദൻ എന്തും പറയാം. പക്ഷെ നമ്മളൊക്കെ പോകുന്നത് സംവിധാനത്തെ പഠിച്ചും വിശദീകരിച്ചും അതിന്റെ യഥാർത്ഥ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ആ വഴിയെ പോകാൻ പറ്റൂ. എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കാനുള്ള മാർഗം വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ ചോദ്യം ചെയ്യുക എന്നത് എന്റെ ധർമ്മമാണ്, എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അത് ഞാൻ തുടരും. അതിലിപ്പോ ഗോവിന്ദന്റെ അഭിപ്രായമൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. അയാൾ ഉപദേശം വാങ്ങിയിട്ടല്ലല്ലോ ഞാൻ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ മാനനഷ്ട കേസ് ഉടനെ ഫയൽ ചെയ്യും. 2 ദിവസം ഉണ്ടെങ്കിൽ എന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷിക്കുന്നതാണ് ഇപ്പം വന്നിരിക്കുന്നത്. പിന്നെ കാലിക്കറ്റിൽ നിന്ന് മറ്റുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റാണ്. സംസ്ഥാന പോലീസാണ്. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ അക്കൌണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും ഡൽഹി സന്ദർശനം വി ഡി സതീശന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമെന്ന് ഇ പി ജയരാജൻ. രമേശ് ചെന്നിത്തലയ്ക്ക് നേരെയും ഒളിയമ്പ്. എഐസിസിയിലും ഹൈക്കമാൻഡിലും നല്ല സ്വാധീനമുള്ള കേരളത്തിലെ നേതാക്കളാണ് പല വാർത്തകളും പുറത്തുകൊടുക്കുന്നതെന്ന് സതീശനും സുധാകരനും മനസ്സിലാകുന്നുണ്ട്. സതീശന്റെ കഴിവുകേടിന് ജനകീയ അംഗീകാരമില്ലാത്ത പത്രസമ്മേളനങ്ങൾക്കുമെല്ലാം എതിരായ പ്രതികരണം വ്യാപകമാണ്. സുധാകരനെതിരെ നിയമപരമായും ധാർമ്മികപരമായും എതിർക്കാൻ കഴിയാത്ത തെളിവുകൾ വന്ന ഘട്ടത്തിൽ രാജി അനിവാര്യമായിരുന്നുവെന്നും ഇ പി ജയരാജൻ. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നീക്കം. സുധാകരന്റെ വരുമാന സ്രോതസ്സിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിന്റെ പരാതിയിലാണ് അന്വേഷണം. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ വിടാതെ പിന്തുടർന്ന പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യം നേടി പുറത്തുവന്നതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണ നീക്കം. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുധാകരൻ തന്നെയാണ് അന്വേഷണ വിവരം വെളിപ്പെടുത്തിയത്. നിങ്ങൾ അറിയാണ്ടിരിക്കണ്ട, എന്റെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ വാർത്തയും കൊടുത്തേ. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റാണ്. സംസ്ഥാന പോലീസാണ്. ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ അക്കൌണ്ടൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസിന് ചോദിച്ചിട്ടുണ്ട്. ഏത് അക്കൌണ്ട് പരിശോധിച്ചാലും എന്റെ സാമ്പത്തിക വരുമാനത്തെക്കുറിച്ചും സ്രോതസ്സിനെ കുറിച്ചും ഒക്കെ എന്ത് പരിശോധിക്കാനും ഞാൻ സഹകരിക്കാൻ തയ്യാർ. സുധാകരന്റെ ഭാര്യയുടെ ശമ്പള വിവരങ്ങൾ തേടി വിജിലൻസ് കണ്ണൂർ കാടാച്ചിറ ഹൈസ്കൂൾ പ്രിൻസിപ്പലിന് നോട്ടീസ് നൽകി. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലിനാണ് അന്വേഷണ ചുമതല. പണം സുധാകരന് വീക്ക്നെസ് ആണെന്ന ആരോപണവുമായി പ്രശാന്ത് ബാബു വീണ്ടും രംഗത്തു വന്നു. ഞാൻ 16 കോടി രാജാസ് സ്കൂൾ മാത്രം 16 കോടിയുടെ അഴിമതിയാണ്. പണം കൊടുത്തിട്ടും തിരിച്ചു കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടോ? അല്ല, അതിൽ 2-3 വ്യക്തികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. പറയാൻ അത് എന്താണെന്നറിയില്ല. എന്നോട് നേരിട്ട്, കാരണം വിവാദമായപ്പോൾ പല വിഷയങ്ങളിലും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുമ്പേ ഉള്ള വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് സുധാകരനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പലരും പറഞ്ഞിരുന്നു, ഗൾഫിലുള്ളതും ഒക്കെ പറഞ്ഞിരുന്നു. സുധാകരനെ വേട്ടയാടാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വാദവുമായി പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വേട്ടയാടലുകൾ തുടരുന്നുവെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ഇത് എന്ത് കമ്മ്യൂണിസമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ലെന്നും ആരെയും വേട്ടയാടലിന് വിട്ടുകൊടുക്കില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അവരുടെ ഈ വിച്ച് ഹണ്ടിംഗ് പ്രോസസ്സ് അവരെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് നയിപ്പിക്കും. വിനാശകാലെ വിപരീത ബുദ്ധി, ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുക, അവരെ പെടുത്തുക, വിരട്ടുക. ഇത് അവർക്ക് ഗുണമല്ല, കൂടുതൽ ദോഷമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാവും. ഇങ്ങനെയല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്ത് കമ്മ്യൂണിസമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കേസിൽപ്പെടുത്തിയാൽ കോൺഗ്രസ് പട്ടിമടക്കി മതിയാക്കി പോകുന്നു. അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് 10 മടങ്ങ് ശക്തിയായിട്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കും. അതിനുള്ള ശക്തി കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഇത്തരം ഏകപക്ഷീയമായിട്ടുള്ള വേട്ടയാടലുകൾ പൊതുജന മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും, ധാർമ്മികതയും പകരും. അങ്ങനെ സർക്കാരിന്റെ വേട്ടയാടലിന് ആരെയും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവുന്ന പ്രശ്നമില്ല. ആരെയും, ഒരു കോൺഗ്രസുകാരനെയും സർക്കാരിന്റെ വേട്ടയാടലിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ബിജെപി നേതൃത്വം
ഒരുക്കങ്ങൾ വിലയിരുത്താനും നേതൃത്വത്തിന് നിർദ്ദേശങ്ങൾ നൽകാനും തിരുവനന്തപുരത്തെത്തിയ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയ്ക്ക് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വിശാല ജനസഭ ഉദ്ഘാടനം ചെയ്ത ജെ.പി. നദ്ദ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ബൌദ്ധിക ചിന്തകളെ കായികമായി അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നതായും ഇതിനെതിരെ ചെറുത്തുനിൽപ്പുണ്ടാകണമെന്നും നദ്ദ പറഞ്ഞു. Lot of bloodshed has taken place, and the intellectual pursuits have been challenged by the physical assaults in this land, God's own country, which is very detrimental. ये बहुत ही दुखदाई है, ये बहुत ही चिंताजनक है. यह केरल के आगे को बढ़ने के लिए एक तरीके से रुकावट है कि समय आ गया है जब हम ऐसे फोर्सेस को जो विचार से अलग हट करके शक्ति का प्रयोग करके विचार को कुंद और समाप्त करना चाहते हैं, उनको हमको आराम देना चाहिए. और जो लोग वैचारिक दृष्टि से केरल को शांति के साथ आगे बढ़ाना चाहते हैं, इनका हमको समर्थन करना चाहिए. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു സമഗ്രമായി ഇത് പരിശോധിക്കണം. ഇതിനകത്ത് വൻതോതിലുള്ള അഴിമതിയാണ് നടന്നത്. ഇപ്പൊ ക്യാമറ വാങ്ങിച്ചത് മാത്രമല്ല, ലാപ്ടോപ്പ് 57,000 രൂപയുടെ ലാപ്ടോപ്പ് 1.5 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചിരുന്നത്. അങ്ങനെ 358 എണ്ണം വാങ്ങിച്ചു. 5 കോടി രൂപയിലധികം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. ഇതെല്ലാം വലിയ തീവട്ടിക്കൊള്ളയാണ്. 300% കൂടുതലാണ് ഈ ചെലവഴിക്കുന്നത്. SRIT ആണ് ചെയ്തിട്ടുള്ളത്. ഈ അഴിമതിയുടെ എല്ലാം പിന്നിൽ SRIT തന്നെയാണുള്ളത്. ഒരു സംശയവുമില്ല. അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവിടുന്നത്. തീർച്ചയായും KPCC പ്രസിഡന്റിനെ രാഷ്ട്രീയമായി നിയമപരമായും ഈ ഇഷ്യൂവിൽ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ കേസിൽ കൊടുക്കാൻ നോക്കുകയാണ്. ആദ്യത്തെ FIR-ൽ ജോൺസണുമായി ബന്ധപ്പെട്ട ആദ്യത്തെ FIR-ന് അദ്ദേഹത്തിന്റെ പേര് പോലുമില്ല. പിന്നീട് രാഷ്ട്രീയ കാരണങ്ങളാലാണ് K. സുധാകരനെ 2ാം പ്രതിയായി കേസിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇതെല്ലാം രാഷ്ട്രീയമായി ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ നേരിടും. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവരുടെ എല്ലാം വാമൂടി കെട്ടാനുള്ള നീക്കമാണ്. ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. പിണറായി വിജയൻ ഒരു ചെഷസ്ക്യൂവായി മാറാൻ ശ്രമിക്കരുത്. മറ്റു വാർത്തകളിലേക്ക്. ഒരു വശത്ത് പോലീസ് അതിക്രമവും മറുവശത്ത് പാർട്ടിയുടെ അതിക്രമവുമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. വട്ടിപ്പലിശയ്ക്ക് കടമെടുത്ത് വ്യവസായം ചെയ്യാമെന്ന് വെച്ചാൽ ആട്ടിയോടിക്കുകയാണ്. വരവേൽപ്പ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന സംഭവമാണ് കോട്ടയത്തുണ്ടായതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. ഒരു വശത്ത് പോലീസിന്റെ അതിക്രമങ്ങൾ, മറുവശത്ത് പാർട്ടിക്കാരുടെ അതിക്രമങ്ങൾ, അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അരാജകത്വവും അഴിഞ്ഞാട്ടവുമാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പട്ടികജാതിക്കാരും പാവപ്പെട്ടവർക്കുമെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തും വട്ടിപ്പലിശയ്ക്ക് കടമെടുത്തും എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അവരെ ആട്ടി ഓടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സമീപനമാണ്. കഴിഞ്ഞ ദിവസം കുമരകത്തുണ്ടായ സംഭവം ഇവിടെ എല്ലാവരും പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1989 പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ
സത്യനന്ദിക്കാടും നമ്മുടെ ശ്രീനിവാസനും എത്ര ദീർഘദൃഷ്ടിയുള്ള ആൾക്കാരാണ്, എത്ര ദൂരക്കാഴ്ചയുള്ള ആൾക്കാരാണ്. അവരുടെ ചിത്രം 25 കൊല്ലം കഴിയുമ്പോഴും കേരളത്തിൽ ഇതാണ് സ്ഥിതി. ഒരു വരവേൽപ്പ് എന്നുള്ള ഒരു സിനിമ നമ്മൾ കണ്ടതാണ്. ഒരു വ്യവസായം തുടങ്ങാൻ വന്നാൽ ആദ്യം ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണിയും പൊല്ലാപ്പും ചുവപ്പ് നാടയും, അത് കഴിഞ്ഞാൽ CPM-കാരുടെ CITU ഗുണ്ടകളുടെ CPM ഗുണ്ടകളുടെ ആക്രമണം. കൊയിലാണ്ടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച MSF പ്രവർത്തകരെ വിലങ്ങുവച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ന്യായമായ കാര്യത്തിന് സമരം നടത്തിയ വിദ്യാർത്ഥികളെ കൈവിലങ്ങ് വെച്ചത് നിയമവിരുദ്ധമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി സൗകര്യം കൂട്ടില്ല. ഇത്തവണ ഭീകരമായ സ്ഥിതിയാണ്. ആർക്കും കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സൗകര്യമില്ല. അല്പം ബാച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു നോബിൾ കോസിന് വേണ്ടി സമരം നടത്തിയ വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് കൊണ്ടുപോവുക, ഇത് എവിടുത്തെ മര്യാദയാണ്? കയ്യാമത്തിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനേ പാടില്ല. സുപ്രീം കോടതി വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. വക്കീലിത അതിൻ്റെ ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കയ്യാമം വെക്കാൻ ഉള്ള സാഹചര്യം എന്താണെന്ന്. നോർമൽ കേസിലൊന്നും പറ്റൂല. മാത്രമല്ല മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വേണം കയ്യാമം വെക്കണമെന്നുണ്ടെങ്കിൽ. സമരം ചെയ്ത വിദ്യാർത്ഥികളെ കയ്യാമം വയ്ക്കാൻ AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം വാങ്ങി പ്രവർത്തിക്കുന്ന പോലീസിനെ കഴിയുമെന്ന് BD സതീശൻ വിമർശിച്ചു. പോലീസ് പിണറായിയുടെ കൂലിപ്പട്ടാളമാകരുതെന്ന് MK മുനീർ. എന്തിന്റെ പേരിലാണ് ഇവരെ കൽത്തുറുങ്കിൽ അടച്ചത്? ഈ 2 ചെറുപ്പക്കാരെ, 2 വിദ്യാർത്ഥികളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കുടുംബത്തിന് അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു പോറൽ അല്ലെങ്കിൽ മുറിവ് അത് കാലാകാലം ഉണങ്ങുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ഒരു പ്രസ്ഥാനം അവരുടെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ പിണറായി വിജയന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു ധരിക്കില്ല. ആ പോലീസുകാരൻ അദ്ദേഹം കുറിച്ചു വെച്ചോട്ടെ. അദ്ദേഹം പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെയോ കൂലിപ്പട്ടാളമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പോലീസിന്റെ പണി എടുക്കുന്നില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ആ പണി എങ്ങനെ എടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് അറിയുന്നൊരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് MSF നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, പ്രതിഷേധം അവസാനിച്ചോ? MSFന്റെ എന്താണ് ഇവരുടെ ആവശ്യം? കടുത്ത പ്രതിഷേധത്തിലേക്കാണോ കടക്കുന്നത്? ധന്യ, കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് MSFന്റെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒക്കെ തീരുമാനം. കാരണം ഈ മന്ത്രി ശിവൻകുട്ടിക്ക് കൊയിലാണ്ടിയിൽ വെച്ച് കരിങ്കൊടി കാണിച്ച 2 MSF പ്രവർത്തകരെ പോലീസ് കയ്യാമം വെച്ച് കൊണ്ടുപോയി എന്നത് നിയമവിരുദ്ധമാണ്, അതുപോലെ തന്നെ അത് ജനാധിപത്യവും മനുഷ്യാവകാശ വിരുദ്ധവുമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇവരെ ഈ കൈവിലങ്ങ് വെച്ച SIക്കെതിരെ, കൊയിലാണ്ടി SIക്കെതിരെ ശക്തമായ നടപടി, SIയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും ഈ മുസ്ലിം ലീഗും അതിന്റെ അനുബന്ധ സംഘടനകളും എല്ലാം തന്നെ സമരം സജീവമാക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രതികരണങ്ങൾ രാവിലെ മുതൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം തന്നെയാണ്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥി സമരങ്ങൾ സാധാരണയായി നടക്കാറുണ്ട്. ഇത് മലബാറിനോടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ അവഗണന, മലബാറിലെ വിദ്യാഭ്യാസ മേഖലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ നമുക്ക് പറയാം ഇത്തരത്തിലുള്ള സമരപരിപാടികൾ നടത്താറുണ്ട്. ഈ വർഷം കുറച്ച് വലിയ പ്രതിഷേധ പരിപാടികൾ തന്നെ നടന്നിരുന്നു. ഇതിന്റെ ഒരു ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടിക്ക് 2 MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഈ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കയ്യാൻ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ചിത്രം വലിയ വൈറലാവുകയും വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസിനെതിരെ നടപടി വേണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗും ഒപ്പം MSF. നന്ദി വിനേഷ്.
+1 സീറ്റിന് സമരം ചെയ്തവരെ കയ്യാമം വച്ചതിനെതിരെ PMA സലാം. വ്യാജരേഖക്കാർക്കും ക്രിമിനലുകൾക്കും കയ്യാമമില്ല. കള്ളന്മാരെയും കൊലപാതകികളെയും കൈകാര്യം ചെയ്യുന്ന പോലെയാണ് കുട്ടികളെ കൊണ്ടുപോയത്. രാജ്യഭക്തി കാണിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ രാജാവ് മാറും എന്നോർക്കണമെന്നും PMA സലാം. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്കും, സ്റ്റേഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും, ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റേഷനിലേക്കും. എന്തൊരു വൃത്തികെട്ട ഏർപ്പാടായത്. നമ്മൾ വലിയ കാട്ടുകള്ളന്മാർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടല്ലോ. അവരെന്തെങ്കിലും ചെയ്തോ? ഇതേ ആശുപത്രിയിൽ കൊയിലാണ്ടിയിൽ പ്രവേശിപ്പിച്ച മറ്റൊരു പ്രതി ഉണ്ടായിരുന്നു. വ്യാജരേഖ ചമച്ച് ജോലി നേടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിയതിൻ്റെ പേരിൽ ഇപ്പോൾ ചെയ്യില്ല. അവരെ അറസ്റ്റ് ചെയ്തല്ലോ. ഈ ആശുപത്രിയിൽ ചികിത്സ കൊണ്ടുവന്നല്ലോ. കയ്യാമം വെച്ചിരുന്നു. അതിന് വലിയ നിഖില് വ്യാജരേഖ സംശയാതീതമായി തെളിഞ്ഞ കാര്യമാണ്. അതൊക്കെ ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ MSFന്റെ 2 കുട്ടികളെ വിലങ്ങ് വെച്ച് തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോകും. അപ്പോൾ രാജ്യത്ത് 2 തരം നീതി അംഗീകരിക്കാൻ പറ്റും. ഇരട്ട നീതി. വ്യാജ ഡിഗ്രി കേസിലെ നിർണായക തെളിവുകൾ ശേഖരിച്ച് പോലീസ്. പ്രധാന തെളിവായ കലിംഗ സർവകലാശാലയുടെ പേരിലുള്ള ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഇന്നലെ ഉച്ചയോടെ നിഖിലിന്റെ കായംകുളത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. വ്യാജരേഖ നിർമ്മിച്ച കൊച്ചിയിലെ ഓറിയോൺ എന്ന മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിഖിലിനെ എത്തിച്ച് തെളിവെടുക്കും. വ്യാജ ഡിഗ്രി തയ്യാറാക്കാൻ സഹായിച്ച SFI കായംകുളം ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബിൻ സി രാജിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ആലപ്പുഴ കായംകുളം മാർക്കറ്റ് റോഡിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കണ്ടെത്തിയത്. മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്. വ്യാജ ഡിഗ്രി വിവാദം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോകേണ്ടി വന്നതിനാൽ നിഖിലിന് സർട്ടിഫിക്കറ്റുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 4 മാസം മുമ്പ് നിഖിലിനെതിരെ വ്യാജ ഡിഗ്രി ആരോപണം സംബന്ധിച്ച് കായംകുളം CPM ഏരിയ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും നിഖിൽ അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് SFI ഏരിയ സമ്മേളനത്തിൽ വിഷയം ചർച്ചയാവുകയും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് SFI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും വിഷയമുയർന്നു. അന്ന് SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു നിഖിൽ. പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുന്നതിനായി CPMന്റെ SFI ഫ്രാക്ഷൻ കമ്മിറ്റി ചേർന്നപ്പോൾ നിഖിലിനോട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ജില്ലാ സെക്രട്ടറി R നാസറും SFI ഫ്രാക്ഷന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം KS ബാബുജാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവിടെയും ഹാജരാക്കിയത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് സർവകലാശാലയിലാണെന്നും ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പാർട്ടി ഇതിന് തയ്യാറായില്ല. നിഖിലിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ നിന്ന് ലഭിച്ചതോടെ പാർട്ടിയോടും SFIയോടും നിഖിൽ ഒരുപോലെ കളവ് പറയുകയായിരുന്നു എന്നതും വ്യക്തമാവുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. അട്ടപ്പാടി കോളേജിൽ വിദ്യ നൽകിയത് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തന്നെയെന്ന് സ്ഥിരീകരിച്ച് അഗളി പോലീസ്. വിദ്യ 2 വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി. പോലീസിന്റെ സൂക്ഷ്മ പരിശോധനയിലാണ് കണ്ടെത്തൽ. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. പോലീസിന്റെ സൂക്ഷ്മ പരിശോധനയിലാണ് വിദ്യ അട്ടപ്പാടി കോളേജിൽ നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് കണ്ടെത്തിയത്. അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ ലാലിമോൾ വർഗീസ് അഗളി പോലീസിന് നൽകിയ പരാതിക്കൊപ്പം 2 വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഉണ്ടായിരുന്നു. 2018 ജൂൺ 4 മുതൽ 2019 മാർച്ച് 31 വരെയുള്ളതും 2020 ജൂൺ 6 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റുകളാണ് വിദ്യ അട്ടപ്പാടി കോളേജിൽ ഹാജരാക്കിയത്. 2 സർട്ടിഫിക്കറ്റുകളും വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അസൽ സർട്ടിഫിക്കറ്റ് അട്ടപ്പാടി ചുരത്തിൽ കീറിയെറിഞ്ഞെന്ന് വിദ്യ പോലീസിന് മൊഴി നൽകിയിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് എവിടെയാണെന്നും സഹായികൾ ആരൊക്കെയാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കൊലപാതകമടക്കം വിവിധ കേസുകളിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരി വിയൂർ ജയിലിൽ നിന്ന് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ജയിൽ മാറ്റം. സംഭവത്തിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസെടുത്തു. ഇന്നലെ വൈകിട്ടാണ് വിയൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് രാഹുലിനെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ആകാശ് തില്ലങ്കേരി മർദ്ദിച്ചത്. ആകാശ് കഴിയുന്ന സെല്ലിൽ ഇയാൾ കിടക്കുന്ന ഭാഗം തുണികൊണ്ട് മറച്ചത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റ രാഹുൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. കൊട്ടേഷനും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകൾ കണക്കിലെടുത്ത് കാപ്പ ചുമത്തിയതോടെയാണ് ആകാശ് തില്ലങ്കേരിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശിനെ വിയൂരിൽ നിന്ന് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. സംഭവത്തിൽ വിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ഉദ്യോഗസ്ഥനെ മർദ്ദിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ന്യൂസ് 18 തൃശൂർ. എറണാകുളം കാലടിയിൽ കുത്തേറ്റ അതിഥി തൊഴിലാളിയെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോൾ ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ സ്ഥിരീകരണം. അതിഥി തൊഴിലാളിക്ക് പ്രാഥമിക ചികിത്സ പോലും കിട്ടിയില്ലെന്നും ചികിത്സ തേടിയെത്തിയപ്പോൾ ആശുപത്രി പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിയായ കമലിന് ഇന്നലെ വൈകിട്ടാണ് കുത്തേറ്റത്. കമൽ ചികിത്സയ്ക്കായി ആദ്യമെത്തിയത് കാലടി മറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. എന്നാൽ ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിന് കൈ കാണിക്കുന്നതിനിടയിൽ കമൽ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ആശുപത്രി 1 മണി വരെ ഉള്ളൂ, ആശുപത്രി അടച്ചു പോയായിരുന്നു. അപ്പോൾ ആള് ഡോക്ടർ ഇല്ലാത്ത കാരണം ഇവിടെ വന്ന വണ്ടികളൊക്കെ കൈ കാണിച്ചു. അപ്പോൾ വീണു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മേടിച്ച് വണ്ടി കയറിയാമെന്ന് വെച്ച് ആ വണ്ടികളുള്ള പെണ്ണുങ്ങളൊക്കെ ഇറക്കിയിരുന്നു. ഈ വണ്ടി കയറ്റി LFലേക്ക് വിട്ടു. ഞായറാഴ്ചയായതിനാൽ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ മടങ്ങിയിരുന്നു. രോഗികളില്ലാത്തതിനാൽ പകൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരും രാത്രി ഡ്യൂട്ടിയിലെ ജീവനക്കാരും എത്തിയിരുന്നില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ട് നസീമയുടെ വിശദീകരണം. നഴ്സ് 5:30 വരെ ഉണ്ടായിരുന്നു. നൈറ്റിനുള്ള നഴ്സിനാണ് വരാൻ പറ്റാത്ത കാര്യം. കുട്ടിക്ക് വയ്യാഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ നൈറ്റിൽ ആളില്ലാത്തത് കൊണ്ട് പേഷ്യൻ്റ് IP ഉള്ള ഒരു പേഷ്യൻ്റായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ് കുട്ടിക്ക് വയ്യ, പിന്നെ വേറെ സിസ്റ്റർമാരെയൊക്കെ അറേഞ്ച് ചെയ്യണം, അതുകൊണ്ടാണ്. കാലടിയിൽ നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ഫെബ്രുവരി മുതലാണ് കിടത്തി ചികിത്സ ആരംഭിച്ചത്. അന്നു മുതൽ രാത്രി ഡ്യൂട്ടിയും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിഥി തൊഴിലാളിയുടെ മരണം ജീവനക്കാരുടെ അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. ഇടുക്കിയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് മഴയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ? ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായതോടുകൂടി കേരളത്തിലും കാലവർഷം ശക്തമാവുകയാണ്. ഇന്നലെ പക്ഷേ കേരളത്തിൽ ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് 3 കുറച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഈ 3 ജില്ലകളിലും 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ ഇന്ന് സാധാരണ മഴയ്ക്ക് മാത്രമേ സാധ്യതയുള്ളൂ. പക്ഷെ നാളെ മഴ കനക്കും. നാളെ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൂടാതെ മറ്റ് ജില്ലകളിൽ, അതായത് മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതായത് നാളെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ലഭിക്കും. ഇടുക്കിയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. 5 ദിവസങ്ങളിൽ മഴ കൂടുതൽ വടക്കോട്ട് മാറുകയും മഴയുടെ അളവ് കുറയുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പിൽ പറയുന്നത്. ശരി, നന്ദി ഉമേഷ്. ഉത്തരേന്ത്യയിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും. ഹിമാചൽ പ്രദേശിൽ 6 പേർ മരിച്ചു. ദേശീയപാതകളിലടക്കം ഗതാഗതം സ്തംഭിച്ചു. മടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. മൺസൂണിന്റെ ഭാഗമായി പതിയെ തുടങ്ങിയ മഴ വളരെ പെട്ടെന്നാണ് പേമാരിയായി പെയ്തിറങ്ങിയത്. ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായി. ഇതേ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുതിച്ചുവന്ന മലവെള്ളപ്പാച്ചിലിൽ റോഡുകൾ ഒഴുകിപ്പോയി. മലയിൽ നിന്ന് മണ്ണും കല്ലും പതിച്ച് നിരവധി റോഡുകൾ തകർന്നു. വെള്ളത്തിന്റെ ശക്തിയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ഹിമാചലിൽ മാത്രം 2 ദേശീയപാതകൾ തകർന്നു. 124 റോഡുകൾ താറുമാറായി. രക്ഷാപ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചു. റോഡിന്റെ 2 വശങ്ങളിൽ നിന്നും അപകട സ്ഥലങ്ങളിലേക്ക് എത്താനാകാത്ത സ്ഥിതിയുണ്ടായി. തണ്ട മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് വെള്ളം ഇരച്ചുകയറി. ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് മണ്ടി മണാലി ദേശീയപാതയിൽ 7 മൈൽ ദൂരത്തിലാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. हमारे 303 जो है जानवर हैं उनका नुकसान हुआ है और इसके साथ साथ जो शॉप्स हैं, काउशेड्स हैं, घर हैं, इनमें के भी डैमेज की सूचना है क्योंकि ये रिपोर्ट आने में थोड़ा समय लग रहा है. अभी तक लगभग पिछले 3 दिनों में 3 करोड़ के आसपास का लॉस का अनुमान है. ജമ്മുകശ്മീരിലും മഴ വ്യാപക നാശമാണ് വിതച്ചത്. റംബാൻ ജില്ലയിലും ഹർണിനല്ലയിലും മഴവെള്ളം കുത്തിയൊലിച്ചു വന്നു. കനത്ത മണ്ണിടിച്ചിലാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ റംബാൻ സെക്ടറിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് ഉധംപൂരിൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങി. ശ്രീനഗറിൽ ഇടിയോടുകൂടിയ കനത്ത മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത്. ജമ്മുകശ്മീരിന്റെ പല മേഖലകളിലും ഇപ്പോഴും മഴ തുടരുകയാണ്.
രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലും ഗുജറാത്തിലെ ആരവല്ലിയിലും അടക്കം കനത്ത മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തത്. ഡൽഹിയിലും ഹരിയാനയിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ഡൽഹിയിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയെ തുടർന്ന് ഹരിയാനയിൽ കാർ ഒലിച്ചുപോയി. മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. മുംബൈ നഗരത്തിൽ 24 മണിക്കൂറിനിടെ 31 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. നഗരത്തിന്റെ കിഴക്കൻ മേഖലകളിൽ 51 മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് പെയ്ത മഴയിൽ മുംബൈ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. സബ്വേകളിലടക്കം വാഹനങ്ങൾ കുടുങ്ങി. മൺസൂൺ കരുത്താർജിച്ചതോടെ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിലും മുംബൈയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഒരാഴ്ചയിലേറെയായി കനത്ത മഴ പെയ്ത അസമിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ബാർപേട്ടയിൽ വെള്ളക്കെട്ട് തുടരുകയാണെങ്കിലും ശക്തമായ മഴ ശമിച്ചത് സ്ഥിതി മെച്ചപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഡൽഹിയിൽ പട്ടാപ്പകൽ റോഡിന്റെ മധ്യത്തിൽ തോക്ക് ചൂണ്ടി മോഷണം. കാറിന് മുന്നിൽ ബൈക്ക് കുറുകെ നിർത്തി പുറത്തിറങ്ങിയ അക്രമികൾ കാറിന്റെ വാതിൽ തുറന്ന് യാത്രികന് നേരെ തോക്ക് ചൂണ്ടിയ ശേഷം മോഷണം നടത്തുകയായിരുന്നു. 2 ലക്ഷത്തോളം രൂപയാണ് മോഷണം പോയത്. പ്രഗതി മൈതാൻ അണ്ടർപാസേജിലാണ് സംഭവം. വാഗ്നർ കൂലിപ്പട്ടാളത്തിന്റെ വിമത നീക്കത്തിന് പിന്നാലെ യുക്രൈനിൽ റഷ്യയ്ക്ക് വൻ തിരിച്ചടി. കിഴക്കൻ യുക്രൈനിൽ വാഗ്നർ സംഘം പിടിച്ചെടുത്ത ബാഖ്മുത്ത് പിടിച്ചെടുക്കാൻ യുക്രൈൻ സേന നീങ്ങുന്നു. ബാഖ്മുത്തിന് വടക്ക് ഭാഗത്തും തെക്കൻ ഭാഗത്തും യുക്രൈൻ സേന വളഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ റഷ്യൻ സേനയുടെ കാര്യമായ പ്രതിരോധമില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം വാഗ്നർ കൂലിപ്പട്ടാളം റഷ്യയിലേക്ക് നീങ്ങിയതിന് പിന്നാലെയാണ് യുക്രൈൻ സേനയുടെ നിർണായക നീക്കം. ഇതിനിടെ റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗു യുക്രൈനിലെ യുദ്ധമേഖലകളിൽ ഹെലികോപ്റ്റർ സന്ദർശനം നടത്തി. തന്നെ പുറത്താക്കുമെന്ന് വാഗ്നർ തലവൻ യെവ്ഗനി പ്രിഗോഷിൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് സെർജി ഷോയ്ഗുവിന്റെ യുക്രൈൻ സന്ദർശനം. വിമത നീക്കത്തിന് ശേഷം റഷ്യൻ സൈനിക മേധാവി ജനറൽ വലേറി ജെറാസിമോ പൊതുവേദിയിലെത്തിയില്ലെന്നതും ശ്രദ്ധേയമാണ്. വാഗ്നർ സംഘത്തിന്റെ വിമത നീക്കത്തിന് പിന്നാലെ റഷ്യൻ റൂബിളിന്റെ മൂല്യമിടിഞ്ഞു. കഴിഞ്ഞ 15 മാസത്തെ വലിയ ഇടിവാണ് റൂബിളിനെ രേഖപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തനത്തിന് കേരളത്തിൽ അപ്രഖ്യാപിത സെൻസർഷിപ്പ് എന്ന് രമേശ് ചെന്നിത്തല. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകർക്കെതിരെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ ആ കേസ് അത് നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാൽ നിങ്ങളെ കേസെടുത്താൽ നാളെ സ്വതന്ത്ര പത്രപ്രവർത്തനം എങ്ങനെ സാധ്യമാകും? കേരളത്തിൽ സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് പേരുകേട്ട നാടാണ് കേരളം. ഭയഗൌഡില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് പറഞ്ഞ സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ളയുടെ നാടാണിത്. രാജഭരണത്തിനും ദിവാൻ ഭരണത്തിനുമെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള നാടാണ് ഈ കേരളം. ഇവിടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അപ്രഖ്യാപിത സെൻസർഷിപ്പ് കേരളത്തിൽ ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് എനിക്ക് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. കാരണം നിങ്ങളൊരു വാർത്ത ചെയ്താൽ സർക്കാരിന് ഹിതകരമല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കുക എന്ത് ന്യായമാണ്? ജി സുകുമാരൻ നായർക്കും NSS നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിച്ച് മേജർ രവി. സുകുമാരൻ നായർ വിവേകത്തോടെ സംസാരിക്കണമെന്നും സമുദായത്തെ വഴിയാധാരമാക്കരുതെന്നും മേജർ രവി വിമർശിച്ചു. നേതൃത്വത്തിന്റെ തെറ്റുകളെ നട്ടലുള്ളവർ ചോദ്യം ചെയ്യും. സുകുമാരൻ നായരുടെ അനുമതിയില്ലാതെ മന്നം സമാധിയിൽ കയറാൻ സാധിക്കില്ലെന്നും മേജർ രവി. നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മന്നത്ത് ആചാര്യം പറഞ്ഞത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴും കൂടെയുള്ള എല്ലാവരെയും നമ്മൾ സംരക്ഷിക്കും, അവരെ നമ്മൾ ഒരിക്കലും സൈഡാക്കില്ല എന്ന്. പക്ഷെ ഇന്നിവിടെ കാണുന്ന എന്താണ്? മന്നത്ത് ആചാര്യന്റെ പ്രതിമ പോലും
പൂട്ടും താക്കോലിട്ട് പൂട്ടിയിട്ട് എന്നോട് ചോദിച്ചിട്ട് മാത്രമേ അതിനകത്ത് കയറാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം നിങ്ങൾ എവിടെയാണ് മന്നത്ത് ആചാര്യനെ ബഹുമാനിക്കുന്നത്? അതേ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങളാരാണ് മന്നൻജിയുടെ സമാധിയിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പം ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? ഒരു സാധാരണക്കാരൻ ആരായിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, ഒരു BJP കാരനായിട്ടാണോ എന്ന്. എന്നാൽ എന്തിനാണ് നിങ്ങൾ പിണറായി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കോട്ടയം ഗസ്റ്റ് ഹൗസ് വന്നപ്പോൾ 1 മണിക്കൂർ കാത്തു നിന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പോയത് എന്തിനായിരുന്നു? അപ്പം നിങ്ങൾക്ക് പാർട്ടിയോട് എവിടെ ബഹുമാനിക്കണം എന്നുള്ളത് അറിയാം. ഇത്രയേ ഉള്ളൂ. സോ ഡോണ്ട് ബി ഡബിൾ സ്റ്റാൻഡേർഡ്. അദ്ദേഹത്തൊക്കെ കേൾക്കുമായിരിക്കും. കേൾക്കുന്ന അദ്ദേഹത്തിനോടും കൂടെ ഇൻഡയറക്റ്റായിട്ട് ഞാൻ പറയുന്നു, സുമാരേട്ട, stand with your backbone straight and talk with sense. Don't be double standard. അതിനെ ചോദിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് നട്ടല് വളയ്ക്കാതെ നിൽക്കുന്നവർ ചോദിക്കും. നിങ്ങൾക്ക് കോട്ടയം തിരുവാർപ്പിൽ ബസ് ഉടമയും CITUവും തമ്മിലുണ്ടായ തർക്കത്തിൽ ചർച്ച അല്പസമയത്തിനകം. അഡീഷണൽ ലേബർ കമ്മീഷണറാണ് ഇരുവിഭാഗവുമായി ചർച്ച നടത്തുക. CITU പ്രവർത്തകർ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ കണ്ടാലറിയാകുന്ന 4 പേർക്കെതിരെ കുമരകം പോലീസ് കേസെടുത്തു. G. ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, നിർണായക ചർച്ചയാണ്. എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കും? വിവരങ്ങൾ. അല്പസമയത്തിനുള്ളിൽ ചർച്ച ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ശമ്പള വർധനവ് എല്ലാ ബസ്സുകളിലും നടപ്പാക്കണമെന്നാണ് CITU പറയുന്നത്. പക്ഷേ ഈ ബസ് ഉടമ പറയുന്നത് ഇതിനകം തന്നെ അങ്ങനെ ഒരു ശമ്പള വർധനവ് നടപ്പാക്കിയിട്ടുണ്ട്. ചില കളക്ഷൻ കിട്ടാത്ത ചില ദിവസങ്ങളിൽ മാത്രമാണ് അങ്ങനെ കയ്യിൽ നിന്നിട്ട് നൽകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ സമരം ചെയ്ത തൊഴിലാളികൾ പോലും കൂട്ടിയ ശമ്പളം വാങ്ങിയവർ തന്നെയാണ് എന്ന് പറയുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചൊരു തർക്കം നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഈ തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ രേഖകൾ അടക്കം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഉടമ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരും. CITUവിന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. എന്തായാലും ഇന്നത്തെ ചർച്ച പ്രധാനമാണ്. ഇന്നലെ ഈ സമരം ഈ ബസ് കസ്റ്റഡിയിലെടുത്ത് ഈ ഉടമയ്ക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ സർവീസ് നടത്താൻ ആരംഭിച്ചിട്ടില്ല. ഈ ബസിന്റെ സർവീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ധന്യ. നന്ദി ശ്രീജിത്ത്. കണ്ണൂർ മുണ്ടപ്പുറം ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. 40ഓളം വാട്ടർ ടാപ്പുകൾ, സ്കൂളിന്റെ വിവിധ ബ്ലോക്കുകളിലേക്ക് പോകുന്ന ശുദ്ധജല പൈപ്പുകൾ, നിരീക്ഷണ ക്യാമറ, പുതുതായി നിർമ്മിച്ച മോഡുലാർ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ വാതിൽ, ടോയ്ലറ്റുകളിൽ നിന്നും ടാങ്കിലേക്ക് പോകുന്ന പൈപ്പുകൾ എന്നിവ നശിപ്പിച്ചു. രാത്രിയിലായിരുന്നു ആക്രമണം. സ്കൂൾ അധികൃതർ കണ്ണപുരം പോലീസിൽ പരാതി നൽകി. പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി വിശ്വാസികൾ. 100 കണക്കിന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധവുമായി രാവിലെ മുതൽ പള്ളിയിലെത്തിയിരുന്നു. പള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിൽ 100-ലധികം പോലീസുകാരാണ് പ്രദേശത്തുള്ളത്. കോടതി ഉത്തരവനുസരിച്ച് ഈ മാസം 29-ന് മുമ്പ് വിധി നടപ്പിലാക്കണം. ഇതിനെയാണ് വിശ്വാസികൾ തടഞ്ഞത്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു കൊതുക് ഫാക്ടറിയുണ്ട്. കേരളത്തിൽ പനി പടരുമ്പോഴും ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെട്ട തോടിന് സമീപത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളെ തുരത്താൻ സർക്കാർ പ്രഖ്യാപിച്ച 3 ദിവസത്തെ ഡ്രൈ ഡേ അവസാനിച്ചു. പക്ഷേ സർക്കാർ ഇനിയും കണ്ണു തുറന്നു കാണാത്ത നഗരമധ്യത്തിലെ ചില കാഴ്ചകളുണ്ട്. അതിലേക്ക് ഇത് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്. മുമ്പത്തേക്കാൾ മോശം അവസ്ഥയാണ് ഇപ്പോൾ. പ്ലാസ്റ്റിക് നിറഞ്ഞു കവിഞ്ഞു. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ കൊതുകിന്റെ മുട്ടയിടൽ കേന്ദ്രമാണ് തോടിപ്പോൾ. സമീപത്തു കൂടി ആൾക്കാർക്ക് നടക്കാൻ പോലും കഴിയില്ല. അത്രത്തോളമുണ്ട് ദുർഗന്ധം. സാധാരണ മഴയ്ക്ക് മുൻപ് ശുചീകരണം നടത്താറുണ്ട്. ഇത്തവണ അതുമുണ്ടായില്ല. ചവറ് പോലും മാറ്റാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ചുമ്മാ കൊണ്ടുവന്ന് നെറ്റ് അടിച്ചു, കുറെ പൈസ നെറ്റിനും ഇതിന്റെ മെയിൻ്റനൻസ് എന്നും പറഞ്ഞ് കളഞ്ഞല്ലാതെ അതിന്റെ ചവറ് മാറ്റുകയോ ഇല്ലെങ്കിൽ കൊതു നശിപ്പിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുകയോ ഏതൊന്നും അവർ ചെയ്യാറില്ല. ഇതിൻ്റെ നടുക്കൊരു മരം വീണ് കിടപ്പുണ്ട്.
ഫയർ ആൻഡ് റെസ്ക്യൂ ഇവിടെ വന്ന് ഒരു 4-5 നായ് ഇതിനകത്ത് വീണിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഫയർ ആൻഡ് റെസ്ക്യൂ വന്നാൽ പോലും ഈ മരത്തിന് അവർ ക്ലിയർ ചെയ്യത്തുമില്ല, ഈ ഓട ഒന്ന് സെറ്റ് ചെയ്യാനും അവർ തയ്യാറല്ല. ആമിയിഴഞ്ചൻ തോടിന്റെ നവീകരണത്തിനായി പല പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി. നഗരത്തിലെ വെള്ളക്കെട്ട് തടയാൻ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്തയും എങ്ങും എത്തിയില്ല. ഫലമോ പഴയതിനേക്കാൾ മോശം സ്ഥിതിയിലേക്ക് തോട് മാറി. ആമിയിഴഞ്ചൻ തോടിലെ ഈ കാഴ്ചകൾ പുതിയതല്ല. ഇതുവഴി പോകുന്നവരും ഇവിടെയുള്ളവരുമെല്ലാം ഇതിന്റെ തിക്തഫലങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ ജീവിത നിലവാരവും റോഡുകളുമെല്ലാം അമേരിക്കയുമായെല്ലാം താരതമ്യപ്പെടുത്തുന്ന ഭരണാധികാരികൾ ഈ കാഴ്ചകൾ കൂടി കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. ക്യാമറാമാൻ ഹരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ പൃഥ്വിരാജിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. കാലിലെ ലിഗമെന്റിനാണ് കീഹോൾ ശസ്ത്രക്രിയ നടത്തിയത്. കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. വിലായത്ത് ബുദ്ധ എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ മറയൂരിൽ വെച്ചായിരുന്നു അപകടം. കോട്ടയം നഗരസഭയിൽ ഭരണപരാജയമെന്നാരോപിച്ച് ബിജെപി പ്രതിഷേധം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെ ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കേരളത്തിൽ ഏറ്റവും മോശം ഭരണം നടക്കുന്ന നഗരസഭയാണ് കോട്ടയമെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ആരോപിച്ചു. 10 കോടി രൂപയ്ക്ക് തീരേണ്ട പാലം 18 കോടി രൂപ മുടക്കിയാൽ പോലും പൂർത്തീകരിക്കാൻ പറ്റാത്തതിന് മിനായിൽ ഹാജിമാർ എത്തി തുടങ്ങിയതോടെ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. 5 സമയങ്ങളിലെ പ്രാർത്ഥന ഹാജിമാർ മിനായിൽ വെച്ച് നിർവഹിക്കും. നാളെ രാവിലെ ഹാജിമാർ അറഫയിലേക്ക് പോകും. നാളെയാണ് അറഫ സംഗമം. പാറക്കെട്ടുകളോടുകൂടിയ മിനാത്താഴ്വാരം പ്രാർത്ഥനകളാൽ മുഖരിതം. ദൈവകൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബി മകൻ ഇസ്മായേലിനെ ബലിയറുക്കാൻ ശ്രമം നടത്തിയ ഇടമെന്നാണ് വിശ്വാസം. ചരിത്രം രചിക്കപ്പെട്ടയിടത്ത് ഹാജിമാർ പ്രാർത്ഥനയുമായി കഴിയുന്നതോടെയാണ് ഹജ്ജ് കർമ്മത്തിന് തുടക്കമായത്. ആരാധനയും പ്രാർത്ഥനകളുമായി ഇന്ന് മിനായിൽ കഴിയുന്ന ഹാജിമാർ 5 സമയങ്ങളിലെ നമസ്കാരങ്ങൾ നിർവഹിക്കും. നാളെ നടക്കുന്ന അറഫ സംഗമത്തിന്റെ മുന്നൊരുക്കം കൂടി നടത്തുകയാണ് മിനായിൽ ദുൽഹജ് 8-ാം തീയതിയായ ഇന്ന് ഹാജിമാർ. അറഫ സംഗമത്തിൽ നാളെ 20 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കും. പ്രവാചക ചര്യ അനുസരിച്ചാണ് ഹാജിമാരുടെ മിനായിലെ ഇന്നത്തെ താമസം. തീർത്ഥാടകർക്ക് താമസത്തിനായി വൻ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ചൈനയുടെ ഓളപ്പരപ്പിൽ വള്ളങ്ങളുടെ കുതിപ്പിന് മിഴിവേകാൻ ആകാശത്ത് അണിനിരുന്നത് 1000-ലേറെ ഡ്രോണുകളാണ്. ചൈനയുടെ സംസ്കാരം വിളിച്ചോതുന്ന രൂപങ്ങളാണ് വിക്ടോറിയ ഹാർബറിലെ രാത്രിയിൽ വിരിഞ്ഞത്. ഹോങ്കോങ്ങിലെ പ്രത്യേക ഭരണ പ്രദേശമായ പശ്ചിമ കൗലോൺ ജില്ലയാണ് ചൈനയുടെ പരമ്പരാഗത ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവലിന് വേദിയായത്. ഇതിന്റെ ഭാഗമായാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഷോ നടന്നത്. വ്യാളിയും ഫീനിക്സ് പക്ഷിയും തുടങ്ങി നിരവധി രൂപങ്ങളാണ് ഡ്രോണുകൾ ആകാശത്ത് തെളിയിച്ചത്. ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ ഡ്രോൺ ഷോയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. US മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് മറുപടിയുമായി കൂടുതൽ ബിജെപി നേതാക്കൾ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നു. എല്ലാവരും തുല്യതയോടെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വിവേചനം കാണിക്കുന്നില്ലെന്നും ഒബാമ അത് മറക്കരുതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. पूरे विश्व की मानसिकता को बदलने में कामयाबी हासिल की है. पूरे विश्व की मानसिकता आप उठाकर पास्ट हिस्ट्री देख लीजिए बहुत सारे देशों की कि आतंकवाद के मुद्दे पर उनकी क्या अप्रोच रही है. इस ज्वाइंट स्टेटमेंट में एक बात साफ हो गई है कि यूएन लिस्टेड टेरर ऑर्गेनाइजेशंस जिनमें लश्कर-ए-तोयबा, जैश-ए-मोहम्मद, हिजबुल मुजाहिदीन शामिल हैं, उनके खिलाफ
कंसर्टेड एक्शन होना चाहिए। यह अमेरिका और इंडिया के बीच का जो ज्वाइंट स्टेटमेंट है उसमें यह बात कही गई। और इस ज्वाइंट स्टेटमेंट में यह भी कहा गया है कि पाकिस्तान अपने यहां होने वाली हर आतंकी कार्रवाई पर लगाम लगाए और अपनी जमीन का इस्तेमाल, ये अमेरिका भी बोल रहा है, ध्यान दीजिएगा जो लोग पास हिस्ट्री जानते होंगे, और अपनी जमीन का इस्तेमाल इसके लिए किसी भी सूरत में न होने दे। साथ ही 26/11 और पठानकोट के हमलों के दोषियों पर कार्रवाई करे। पहली बार यह स्टेटमेंट आया। इसी तरह टेरर फंडिंग को समाप्त करने पर भी ज्वाइंट स्टेटमेंट में बात की गई है। यह छोटी कामयाबी नहीं है, क्योंकि इससे सिद्ध हो गया है कि भारत जो कुछ भी पाकिस्तान प्रायोजित आतंकवाद को खत्म करने के लिए कर रहा है वह सही दिशा में जा रहा है। ഒബാമ ഭരിക്കുമ്പോൾ 6 മുസ്ലിം രാജ്യങ്ങളിൽ ബോംബിട്ടെന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ വിമർശനം. പ്രധാനമന്ത്രി യുഎസിൽ സന്ദർശനം നടത്തുമ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് പ്രസ്താവന നടത്തുന്നത് ആശ്ചര്യപ്പെടുത്തുന്നതായും നിർമ്മല പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണമാണ് മോദി ബൈഡൻ ചർച്ചയിൽ ഉന്നയിക്കേണ്ടതെന്നായിരുന്നു ഒബാമയുടെ പരാമർശം. उसी समय जब माननीय प्रधानमंत्री जी यूएस में कैंपेन कर रहे हैं, एक पूर्व राष्ट्रपति यूनाइटेड स्टेट्स का बयान दे रहे हैं भारत के मुस्लिम्स। राष्ट्रपति जी ने कुछ बातें बोल रहे हैं जहां शायद 6 देशों के खिलाफ जहां मुस्लिम पॉपुलेशन डोमिनेंट है, बॉम्बिंग हुई उन्हीं के कालों में। सीरिया से लेकर के यमन के लेकर के सऊदी के लेकर के इराक के लेकर के बॉम्बिंग नहीं हुआ। 7 कंट्री के खिलाफ उसी समय झगड़ा, वॉर लाइक सिचुएशन डेवलप हुआ। ആമസോൺ വനം വ്യാപകമായ മരം മുറിക്കലിനെ തുടർന്നും കൃഷിക്കായി വെട്ടിത്തെളിക്കുന്നതിനെ തുടർന്നും ശോഷിക്കുകയാണ്. വനനശീകരണത്തെ പ്രതിരോധിക്കാൻ പെറു ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. പ്രാദേശിക ജനവിഭാഗങ്ങൾക്കൊപ്പം റോബോട്ടുകളെയും വനവൽക്കരണത്തിന് അണിനിരത്തുകയാണ് പെറുവിലെ ഒരു കൂട്ടം പരിസ്ഥിതി സംരക്ഷകർ. ആമസോൺ മഴക്കാടുകളുടെ നിലനിൽപ്പ് കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കുമെന്നും ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പിന് നിർണായകമാണെന്നുമുള്ള നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഠനങ്ങളുണ്ടെങ്കിലും റോഡ് നിർമ്മാണങ്ങൾക്കും കൃഷിക്കുമായി വൻതോതിലാണ് കാട് നശിപ്പിക്കപ്പെട്ടത്. വൻതോതിൽ കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങിയതോടെ വനനശീകരണം തടയാൻ അധികൃതർ ഇടപെട്ടു. ജംഗിൾ കീപ്പേഴ്സ് എന്ന പരിസ്ഥിതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൻ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ഇവർ സ്വീഡിഷ് റോബോട്ടിക് കമ്പനിയുടെ സഹായത്തോടെ റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള വനവൽക്കരണത്തിന് ഒരുങ്ങുന്നു. The mining, the logger, they do have at this point they have advanced technology. They can destroy so much. So if we have robots here to help planting trees and local people be involved and learning technology, it'll be like pretty much battling together. പ്രത്യേകമായി സജ്ജമാക്കിയ നഴ്സറിയിൽ വംശനാശം നേരിടുന്ന മരങ്ങളുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കിയ ശേഷം റോബോട്ടുകളെ ഉപയോഗിച്ച് തൈകൾ വനത്തിൽ നട്ടുപിടിപ്പിക്കും. സോളാർ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 1 മണിക്കൂറിൽ 600 തൈകൾ വരെ ഈ റോബോട്ടുകൾക്ക് നടാൻ കഴിയും. മാദ്രദേ ദിയോസിന് സമീപത്തൂടെ ഒഴുകുന്ന ലാസ്പദ്രാസ് നദിയുടെ കൈവഴിക്കരികിലാണ് ഈ താവളം. പ്രാദേശികരായ നിരവധി പേരും ഈ വനവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇതിലൂടെ നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. So we invite to the local communities that train with us, they be a ranger. So ranger is one of the good things, but also bus driver, also giving them some workshop that they give them some tools that they can use in other places, like use GPS, some technology, and that help them as well. ആമസോൺ വനത്തിൽ എവിടെ വേണമെങ്കിലും ഈ റോബോട്ടുകളെ ഉപയോഗിക്കാം. നിലവിൽ ആമസോൺ വനത്തിന്റെ സംരക്ഷണത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളൊന്നും ഫലവത്തല്ല എന്നാണ് പരിസ്ഥിതിവാദികൾ പറയുന്നത്. അതിനാൽ പുതിയ നടപടികൾ ആമസോണിന്റെ നാശം തടയാൻ ആവശ്യമാണെന്നും ഇവർ പറയുന്നു. റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള മരനടൽ അതിന്റെ ചെറിയ ഭാഗം മാത്രമാണെന്നും ജംഗിൾ കീപ്പേഴ്സ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.